വാവേ. അത്രയേറെ വാത്സല്യത്തോടെയുള്ള വിളി. രോക്ഷത്തോടെ തിരിഞ്ഞു നോക്കുന്നവളെ കണ്ട ചിരിയോടെ മുഖമൊന്ന് വെട്ടിച്ചവൻ. തനിക്ക് എന്താ വേണ്ടത്? ദേഷ്യത്തോടെ അലക്സിന് അരികിലേക്ക് നടന്നു വന്നുകൊണ്ടാണ് ചോദ്യം. എനിക്ക് വേണ്ടത് എനിക്ക് അരികിൽ തന്നെയുണ്ട്. അവൾക്കൊപ്പം നിങ്ങളും ഉണ്ടാകണം. മുഖം തിരിച്ചുകൊണ്ട് നടക്കുന്നവളുടെ കയ്യിൽ കയറി അലക്സ് പിടിച്ചു. കയ്യിന്ന് വിടറോ. പറയുന്നതിനൊപ്പം വലം കൈ അവൻ്റെ മുഖത്തിന് നേരെ വീശി. ഇടത് കൈ കൊണ്ട് അവൻ ആ കൈയിലും കയറി പിടിച്ചു. അലക്സ് വാവയെ പിടിച്ചു വച്ചിരിക്കുന്നത് കണ്ട് രണ്ട് ചേട്ടന്മാർ ഓടി വന്നു. ഡോ, ആ കുട്ടിയെ വിടറോ. നടുറോഡിൽ വെച്ചൊരു പെൺകൊച്ചിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നോ? ഡോ വിടാൻ. അലക്സ് അയാളെ തിരിഞ്ഞ് രോക്ഷത്തോടെ നോക്കിയ സമയം ഷൂസിട്ട് അവൻ്റെ കാലിൽ വാവ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. അടുത്ത കാലിൽ ചവിട്ടാൻ വാവ കാല് പൊക്കിയ നിമിഷം അലക്സ് കാല് പിന്നിലേക്ക് നീക്കി. ഡോ, താൻ ആ പെൺകൊച്ചിനെ വിട്ടില്ല, ഞങ്ങൾ ഇപ്പോൾ പോലീസിനെ വിളിക്കും. ഞാൻ എൻ്റെ പെങ്ങളെ പിടിക്കും, ചിലപ്പോൾ പൊക്കിയെടുത്തോണ്ട് പോകും. താൻ ആരെ വേണേലും വിളിക്ക്. ഇരുവരുടെയും മുഖത്ത് ചമ്മല് കാണാം. അയ്യോ സോറി, വാടാ. ഇരുവരും നടന്നകലുന്നത് നോക്കി അലക്സ് അവളുടെ കൈ മോചിപ്പിച്ചു. വേദുവിനെയും കൂട്ടി വൈകിട്ട് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് റെഡിയായി നിൽക്കണം. എൻ്റെയും എൻ്റെ അനുജത്തിയുടെയും കാര്യം നോക്കാൻ താൻ ആരാ? ഇച്ചായൻ, ഒരു കുച്ചായൻ. മുന്നോട്ട് നടക്കുമ്പോൾ വാവ പിറുപിറുത്തു. വാവ നടന്നകലുന്നത് നോക്കിയാണ് അലക്സ് തൻ്റെ കാറിലേക്ക് കയറിയത്. ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് മുന്നേ വാവ കണ്ടു ആരെയോ കാത്തുന്ന പോലെ നിൽക്കുന്ന വിച്ചേട്ടനെ. അതും വല്ലാത്തൊരു കോലത്തിൽ. അല്പം ചുരുണ്ട തലമുടി ചീകി ഒതുക്കിയിട്ടില്ല. വാടിത്തളർന്ന മുഖവും ചുവന്നു കലങ്ങിയ കുഴിഞ്ഞ കണ്ണുകളും കണ്ണിന് ചുറ്റും പടർന്ന കറുപ്പും ഒക്കെ അവൻ്റെ മാനസിക സമ്മർദ്ദവും വെളിവാക്കുന്ന തരത്തിലായിരുന്നു. വാവയെ കണ്ടതേ എന്തിനോ വിച്ചു വല്ലാതെ തിടുക്കപ്പെട്ടു. തന്നെ കണ്ടിട്ടും കാണാതെ പോകുന്നവളെ കാണാൻ നെഞ്ചു നീറി, കണ്ണുകൾ നിറഞ്ഞു. വാവേ. ഓടി അവൾക്ക് പിന്നിൽ ചെന്നു. വിച്ചേട്ടാ, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. പേടിയായിപ്പോൾ. എല്ലാവരെയും പേടിയാ. സ്നേഹം കാണിച്ച് കൂടെ നിൽക്കുന്നവരെല്ലാം ചതിക്കും. വാവേ, എന്തിനായിരുന്നു വിച്ചേട്ടാ എൻ്റെ വേദുവിനെ? വാവേ, അപ്പോൾ പറ്റിപ്പോയി. കണ്ണുകൾ അമർത്തി തുടച്ച് വാവ മുന്നോട്ട് നടന്നു. അവൻ്റെ കോലം കണ്ടാൽ ഒന്നും പറയാൻ തോന്നില്ല. വിച്ചു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങാൻ നേരമാണ് ഒരു കാറ് മുന്നിലേക്ക് വന്ന് നിർത്തിയത്. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. ഡോർ തുറന്നിറങ്ങി വരുന്ന അലക്സിനെ കണ്ട് വിച്ചു ബൈക്കിൽ നിന്നിറങ്ങി. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ഡോക്ടറാണെന്നും അറിയാം. എന്തിനാ ഇവിടെ? വിഷ്ണു എന്നല്ലേടാ നിന്റെ പേര്? അതുങ്ങളോട് ചെയ്തതൊന്നും പോരാഞ്ഞിട്ടാണോ വീണ്ടും നീ അവരുടെ പിന്നാലെ നടക്കുന്നത്? ഒരു പൊട്ടുപോലെ നടന്നകലുന്ന വാവയെ നോക്കി അലക്സ് ചോദിച്ചു. വിച്ചുവിൻ്റെ തല കുനിഞ്ഞു. നീ ചെയ്ത തെറ്റിൻ്റെ ഫലം വേദുവിൻ്റെ ഉദരത്തിലില്ല. ഞാനാ അബോട്ട് ചെയ്തത്. പകപ്പോടെ വിച്ചു മുഖം ഉയർത്തി നോക്കി. കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ കവളിലൂടെ ഒഴുകി അവൻ്റെ കുഞ്ഞു താടിരോമങ്ങൾക്കിടയിൽ ഒളിച്ചു. നീ ചെയ്ത തെറ്റിൻ്റെ ഭാരം പേറി എന്തിനാ അവൾ? ഇനി നീ അവളെ കാണാൻ ശ്രമിച്ചാൽ ഞാനവളെ കാണും. ഞങ്ങൾ വിവാഹം കഴിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. അതൊന്നും ഡോക്ടറെ ബാധിക്കുന്ന പ്രശ്നമല്ല. വിച്ചു കയർത്തു. ഡാ പുന്നാര മോനെ. വിച്ചുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ബലമായി പിടിച്ചവൻ വലിച്ചു. എൻ്റെ പിള്ളേരെ ഇനി നീ പഴയ കാര്യങ്ങളും പറഞ്ഞ് കാണാൻ ശ്രമിച്ചാൽ. ഊക്കോടെ വിച്ചുവിനെ പിന്നിലേക്ക് അലക്സ് തള്ളി. അലക്സ് പറയുന്നതിൻ്റെ ഒന്നും പൊരുൾ മനസ്സിലാവാതെ വിച്ചു നിലത്തു നിന്നും കൈകുത്തി എഴുന്നേറ്റു. അലക്സിനെ ഒന്ന് നോക്കി അവൻ അരികിലേക്ക് വന്നു. ഡോക്ടർ, ചെയ്തത് തെറ്റാണെന്നറിയാം. ഞാൻ കാരണം അവൾ ഒരുപാട് വേദനിച്ചു. എനിക്കിഷ്ടം അവളെ, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. തൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കരയുന്നവനെ കണ്ട് അലക്സ് ചുറ്റും ഒന്ന് നോക്കി. തൻ്റെ കൈ വലിച്ചെടുത്തു. വിച്ചുവിൻ്റെ തോളിലൊന്ന് തട്ടി തിരിഞ്ഞ് തൻ്റെ കാറിനരികിലേക്ക് നടന്ന് ഡോർ തുറന്ന് കയറി. ഇന്നും അബി ലീവ് എടുത്തിരുന്നു. വാവ വരില്ലെന്ന് തോന്നി. വന്നാൽ അവളെ എങ്ങനെ ഫേസ് ചെയ്യും? അതുങ്ങളെ ഇച്ചായന് മുന്നിൽ എത്തിക്കാൻ തോന്നിയ നിമിഷത്തെ സ്വയം പഴിച്ചവൻ. എബി പിന്നാലെ സോറിയും പറഞ്ഞു വരും എന്നൊക്കെ വാവയും ചിന്തിച്ചിരുന്നു. അല്ലേ തന്നെ അയാൾ ചെയ്ത തെറ്റെന്താണ്? ആരും അറിയാതെ യാതൊരു റിസ്ക്കുമില്ലാതെ കാര്യം നടന്നില്ലേ? എബിയുടെ അവർ മറ്റൊരു സാർ കയറി വന്നപ്പോൾ വാവയ്ക്കെന്തോ വല്ലായ്മ തോന്നി. താൻ അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടാകും ഇന്ന് വരാതിരുന്നത്. അവളും സ്വയം കുറ്റപ്പെടുത്തി. പുറത്ത് കാർ വന്ന് നിന്ന ശബ്ദം കേട്ട് എബി മുകളിലെ അലക്സിൻ്റെ റൂമിന് നേരെ ഒന്ന് നോക്കി. അവൻ പുറത്തേക്കിറങ്ങി. ആരോ വിളിച്ച് പറ്റിച്ചതാടാ മോനെ. എബിയെ കണ്ടത് അന്നമ്മച്ചി പരിഭവിച്ചു.
എബി അമ്മച്ചിയുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി. അപ്പച്ചൻ ഇറങ്ങി, ഏഞ്ചൽ ഇറങ്ങി. പിന്നാലെ ഇറങ്ങുന്ന ഗ്രേസ് അമ്മച്ചിയെയും സെലിനെയും കണ്ട് അവനൊന്ന് ഞെട്ടി. എൻ്റെ കർത്താവേ, ഈ ചുറുചുറുക്കോടെ നടക്കുന്ന അമ്മച്ചിനെയാണോ ഞാൻ ഹോസ്പിറ്റലിലാക്കിയത്? എന്നെ വിളിച്ച് പറ്റിച്ച് അവൻ്റെ തല ഇടുത്തി വീഴണേ കർത്താവേ. അമ്മച്ചി, എബി വിളിച്ചു. ഫോണിൽ വിളിച്ച നമ്പരൊക്കെ ജോയും പിള്ളേരും നോക്കി. ഇപ്പോൾ ആ നമ്പരും ഇല്ലടാ മോനെ ഫോണിൽ. എബി തന്നെ ചെറഞ്ഞു നോക്കുന്ന ഏഞ്ചലിനെ കണ്ടെങ്കിലും കാണാത്ത പോലെ ഓടിച്ചെന്ന് ഗ്രേസ് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു. ഗ്രേസിക്കുട്ടി, ആ നീ ഇന്ന് പോയില്ലേടാ ചെറുക്ക? ഇല്ലമ്മച്ചി. അലക്സ് എന്തിയേ, മുകളിലുണ്ടോ? ഉണ്ടമ്മച്ചി, ഞാൻ ഇച്ചായനെ ഇങ്ങോട്ട് വിളിക്കാം, എബി പരിഭ്രമത്തോടെ പറഞ്ഞു. അല്ല അമ്മച്ചി, മേലാത്ത കാലുകൊണ്ട് സ്റ്റെപ്പ് കയറണ്ടേ? എൻ്റെ ചെറുക്കനെ കാണാൻ ഈ സ്റ്റെപ്പ് കയറി തന്നെയായി ഗ്രേസ് ഇത്രയും നാളും പോയിരുന്നത്. മുന്നിൽ നിന്ന് മാറി നിൽക്കടാ. അല്ലെങ്കിലും ഗ്രേസ് അമ്മച്ചിക്ക് പ്രിയം ഇച്ചായനോടാണ്. എന്നതാടാ ഒരു കള്ള ലക്ഷണം? അമ്മച്ചിയുടെ ബാഗും എടുത്ത് അപ്പച്ചൻ ഡോർ വലിച്ചടച്ച് എബിയെ നോക്കി. ഏഞ്ചലിനും അന്നമ്മയ്ക്കും എബിയുടെ ഭാവം കണ്ട് എന്തോ ഒളിപ്പിക്കുന്നത് പോലെ തോന്നി. ഇപ്പോൾ എല്ലാവരും അറിയും. എൻ്റെ കർത്താവേ, വൈകിയാണ് ഇച്ചായൻ്റെ പ്രണയം എന്നിവിടെ ആർക്കും അറിയില്ല. എന്നതാടാ? അത് അപ്പച്ച, ഇച്ചായനിപ്പോൾ ഒരു പെണ്ണുണ്ട്. എൻ്റെ കർത്താവേ! കേട്ട പാതി കേൾക്കാത്ത പാതി അന്നമ്മച്ചി നെഞ്ചത്തടിച്ചു. ഇതിൻ്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഏതാടാ അവള്? സമ്മതിക്കുകയല്ലേ ഞാൻ. സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങുന്ന അന്നമ്മച്ചിയെ അപ്പച്ചൻ തടഞ്ഞു. അമ്മച്ചി അങ്ങോട്ട് പോയേച്ചും വരട്ടെ, ഇപ്പോൾ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് എന്തിനാ കർത്താവേ എൻ്റെ വയറ്റിൽ തന്നെ കുരുത്തല്ലോ. തിരിച്ചിറങ്ങി റൂമിലേക്ക് നടക്കുമ്പോൾ അന്നമ്മച്ചിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. എബിയെ ഒന്ന് നോക്കി അപ്പനും അമ്മച്ചിയുടെ പിന്നാലെ പോയി. ഉള്ളതാണോ എബിച്ച? അലക്സ് ചായനൊപ്പം ഒരു പെണ്ണുണ്ടോ? സെലിൻ എബിയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ഉള്ളതാ. ജോയങ്കിൾ വിളിക്കുമ്പോൾ തൽക്കാലം പറയണ്ട, എബി സെലിനെ ഓർമ്മിപ്പിച്ചു. അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങ് പോരും. അലക്സ് കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും വൈക ആ ജനലിനരികിലുണ്ട്. ഇന്ന് ഏറെ നേരം അവിടെ തന്നെയാണ്. കുളിക്കാൻ പറഞ്ഞാൽ പോയി കുളിക്കും, കഴിക്കാൻ പറഞ്ഞാൽ വന്നിരുന്ന് കഴിക്കും. അവളുടെ പിന്നിൽ ചെന്ന് നനഞ്ഞ തലമുടി കൈകൊണ്ടൊന്ന് കുടഞ്ഞു. മുത്തുപോലെ അവളുടെ കഴുത്തിൽ വെള്ളത്തുള്ളികൾ തെറിച്ചു. ഞെട്ടലോടെ തിരിഞ്ഞ വൈക ട്രങ്ക്സ് ഷോർട്ട്സും ധരിച്ചു നിൽക്കുന്നവനെ കണ്ട് പെട്ടെന്ന് മുഖം വെട്ടിച്ചു. കുഞ്ഞൊരു ചിരിയോടെ അലക്സ് തിരിഞ്ഞ് എപ്പോഴത്തെയും പോലെ ഒരു ഇന്നർ ബനിയനും ഷോർട്ട്സും എടുത്തു ധരിച്ചു. ഡോറിൽ മുട്ടുന്ന ശബ്ദത്തിനൊപ്പം അലക്സ എന്ന് കേൾക്കുന്ന സ്ത്രീ ശബ്ദം. പരിഭ്രമത്തോടെ വൈക അലക്സിനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണൊന്ന് ചിമ്മി ഡോറിന് നേരെ തിരിഞ്ഞു. അലക്സ് ഡോർ തുറന്നപ്പോൾ ഗ്രേസ് അമ്മച്ചി അകത്തേക്ക് കയറി. ഗ്രേസ് അമ്മച്ചിയെ കണ്ടിട്ട് വലിയ ഞെട്ടലോ ഭാവവ്യത്യാസമോ ഒന്നുമില്ലാതെ അലക്സ് ബെഡിൽ പോയിരുന്നു. ചട്ടയും മുണ്ടും ധരിച്ച് വെളുത്ത കവളൊക്കെ ചാടിയ ഒരു വല്യമ്മച്ചി. വൈകിയുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ട് അലക്സിന് ചിരി വന്നു. ഇതാണോടാ നിന്റെ പെണ്ണ്? ഗൗരവത്തിലുള്ള ചോദ്യം. ഒപ്പം കട്ടിലിൽ വന്നിരിക്കുകയും ചെയ്തു. അലക്സ് എഴുന്നേറ്റ് വൈകയ്ക്കരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ വൈക ഭയന്ന് വല്യമ്മച്ചിയെ നോക്കി. കട്ടിലിരിക്കുന്ന വല്യമ്മച്ചിയെ നോക്കി അലക്സിൻ്റെ കൈയെടുത്ത് മാറ്റി അല്പം നീങ്ങി നിൽക്കാൻ ശ്രമിച്ചവൾ. ഇവിടെ വാടി. വല്യമ്മച്ചി ശബ്ദം ഉയർത്തിയപ്പോൾ വൈകിയുടെ ഞെട്ടൽ അവനും അറിഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച അലക്സ് വല്യമ്മച്ചിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ ഇരിക്കെ. ബെഡിലേക്ക് നോക്കി വല്യമ്മച്ചി പറഞ്ഞു. എന്നതാ കൊച്ചൻ നിന്റെ പേര്? ഭയത്തോടെ അവൾ അരികിലിരുന്നപ്പോൾ അവളുടെ കൈയെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് അരുമയായി വല്യമ്മച്ചി ചോദിച്ചു. മുന്നത്തെ ദേഷ്യമോ ഗൗരവമോ ഒന്നും മുഖത്തും ശബ്ദത്തിലുമില്ല. വൈക, ഒത്തിരി അനുഭവിച്ചല്ലയോ? ഇവനെല്ലാം പറഞ്ഞു. ഇങ്ങനെ പേടിച്ച് ഭയന്നിരിക്കേണ്ട കൊച്ചെ നീ. ഞാനിവൻ്റെ വല്യമ്മച്ചിയാ. മുന്നിലെ ടേബിളിൽ ചാരി നിൽക്കുന്നവനെ മിഴികൾ മാത്രം ഒന്ന് ഉയർത്തി വൈക നോക്കി. കൈമാറിൽ കെട്ടി ടേബിളിൽ ചാരി തന്നെ മാത്രം നോക്കി നിൽപ്പാണ്. വല്യമ്മച്ചി അവളുടെ തലയിലൊന്ന് തലോടി എഴുന്നേറ്റു. വാതുക്കൽ കണ്ട നിഴലനക്കത്തിൽ വൈക ഞെട്ടലോടെ എഴുന്നേറ്റു. വൈക നോക്കുന്ന കണ്ട് അലക്സും വല്യമ്മച്ചിയും കണ്ടു വാതിൽ കടന്ന് അകത്തേക്ക് വരുന്ന അന്നമ്മച്ചിയെ. നീ ഏതാടി? അന്നമ്മേ. അമ്മച്ചിയൊന്നും മിണ്ടാതിരുന്ന്. നീ ഏതാ? നിനക്കൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമാണോ? എൻ്റെ ചെറുക്കൻ്റെ റൂമിൽ താഴെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ കയറി വന്നതാണ് അന്നമ്മച്ചി. അലക്സ് ഒരു കൈകൊണ്ട് ടേബിൾ പൊക്കി നിലത്തേക്ക് ശബ്ദത്തോടെ ഒറ്റയടി കൊടുത്തു. അന്നമ്മച്ചിയും വൈകിയും വല്യമ്മച്ചിയും ഒരുപോലെ ഞെട്ടി. അലക്സിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. തൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം ജന്മം നൽകിയ ഈ സ്ത്രീ മാത്രമാണ്.
അവൻ ഭയന്ന് നിൽക്കുന്ന വൈകിയെ ഒന്ന് നോക്കി. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു വിട്ട് നെറ്റിയിൽ വിരലമർത്തി. ഇറങ്ങിപ്പോ അന്നമ്മേ, വല്യമ്മച്ചി പറഞ്ഞു. അമ്മച്ചി ഇതിനൊക്കെ കൂട്ടു നിൽക്കുവാണോ? അന്നമ്മച്ചിയുടെ ശബ്ദം നേർത്തുപോയി. അന്ന് നീ ചെറുക്കൻ്റെ ജീവിതത്തിൽ അനാവശ്യമായി തലയിടാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് അവനപ്പോൾ ഉണ്ടാകേണ്ടവളായി നിൽക്കുന്നവള്. അമ്മച്ചി! അന്നമ്മ പകപ്പോടെ വിളിച്ചു. ഒപ്പം തലകുനിച്ച് ഭയത്തോടെ നിൽക്കുന്നവളെ നോക്കി പതിയെ പുറത്തേക്കിറങ്ങി. മോള് വിഷമിക്കണ്ട, അത്രമാത്രം പറഞ്ഞ് വല്യമ്മച്ചി ഇറങ്ങിപ്പോയി. ഡോറടച്ച് അലക്സ് അവൾക്ക് അരികിലേക്ക് വന്നു. വൈക. അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കവിൾ തുടച്ചു കൊടുത്തു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ നന്നേ ഭയന്നിരുന്നു. അത് മുഖത്ത് വ്യക്തമാണ്. നിന്റെ നിസ്സഹായാവസ്ഥ മുതലെടുത്തെന്ന് തോന്നുന്നുണ്ടോ? അലക്സ് അരുമയായി ചോദിച്ചു. വൈക മറുപടിയൊന്നും പറഞ്ഞില്ല. ഭാവയും വ്യതവും നമുക്കൊപ്പം ഉണ്ടാകും. വിശ്വാസം വരാത്തതുപോലെ കണ്ണുകൾ വിടർത്തി വൈക അവനെ നോക്കി. സത്യം? രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഉണ്ടാകും, നിനക്കൊപ്പം. ചെറുചിരിയോടവൻ പറഞ്ഞു. ഞാൻ രാവിലെ വാവയെ കണ്ടു. എന്നിട്ട് വാവ എന്തു പറഞ്ഞു? എന്നെ ചോദിച്ചോ? ആദ്യമായി അവൾ തന്നോട് മുഖത്തു നോക്കി ഭയമില്ലാതെ സംസാരിക്കുന്നു. ചോദിച്ചു. ചീത്ത വിളിച്ചിട്ടുണ്ടാകും അല്ലേ? വിഷമത്തോടെ വൈക ചോദിച്ചു. എന്തിന്? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വൈകിയെ ജീവനായതുകൊണ്ടല്ലേ തട്ടിയെടുത്തത്, മര്യാദയ്ക്ക് ക്ഷണിച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് വരാത്തത് കൊണ്ടല്ലേ എന്ന്. പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. ശരിക്കും അവർ വരുമോ? വരും. വന്നാൽ പിന്നെ എന്നെ വേണ്ടായിരിക്കും അല്ലേ? വൈക തലകുനിച്ച് കളഞ്ഞു. ഇവിടെ ഇരുന്നാൽ മതി, താഴേക്ക് ഇറങ്ങണ്ട കേട്ടോ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഭാവിയും വധുവിനെയും കൂട്ടാൻ പോവാണോ? കബോർഡിന് നേരെ തിരിഞ്ഞവൻ വൈകിയെ തിരിഞ്ഞൊന്ന് നോക്കി. പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽപ്പാണ്. അവരെ വിളിച്ചോണ്ട് വന്നാൽ എനിക്കെന്ത് തരും? കുസൃതിയോടെ ചോദിച്ചുകൊണ്ട് കബോർഡ് തുറന്ന് ഒരു ടീഷർട്ടും ജീൻസും എടുത്തു. മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അലക്സ് തിരിഞ്ഞു നോക്കി. കബോർഡ് അടച്ച് പിന്നിലൂടെ ചെന്ന് അവളെ പുണർന്നു. ഞെട്ടി വിറച്ച ആ ശരീരത്തെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എന്നെ സ്നേഹിക്കുവോ? ഭാവയെയും വേദുവിനെയും സ്നേഹിക്കുന്നത് പോലെ? അവൻ്റെ കണ്ണുകൾ കലങ്ങി. അവൾ തന്നെ സ്നേഹിക്കപ്പെടണം എന്നവൻ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. പറ വൈക. നേർമയായി അവളൊന്ന് മൂളി. അവനകന്നു മാറിയപ്പോൾ അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു. എന്നെ അത്രയ്ക്ക് ഭയമാണോ വൈക നിനക്ക്? അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടെങ്കിലും ഉള്ളിലൊരു നീറ്റൽ. ഭാര്യയെ കൊന്നവൻ എന്നൊരു കാര്യം മനസ്സിലിരിക്കുന്നത് കൊണ്ടാകാം അവനരികിൽ വരുന്നതേ ഭയമാണ്. വാവേ. സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് ബിന്ദു ചേച്ചി. തിരക്ക് കുറഞ്ഞ സമയവും. വാവ പതിഞ്ഞൊരു ചിരി ചിരിച്ചു. വൈകിയുടെ കാര്യം ഇതിനോടകം നാട് മുഴുവൻ പരന്നിരുന്നു. ബിന്ദു ചേച്ചിയും അറിഞ്ഞു. അതാവും ഭാവയ്ക്ക് തന്നെ കണ്ടിട്ടൊരു ഉത്സാഹക്കുറവെന്ന് അവരും ചിന്തിച്ചു. വൈകി ഒരു ഡോക്ടർക്കൊപ്പം പോയെന്ന് പറയുന്നത് ശരിയാ ചേച്ചി? ബിന്ദു ചേച്ചി ചോദിക്കുന്നതിന് മുന്നേ ബാബ പറഞ്ഞു. ഒപ്പം ബിന്ദു ചേച്ചി വാങ്ങിയ സാധനങ്ങളുടെ ബില്ലടിക്കാനും തുടങ്ങി. അവിടെ ഒരുത്തനാണേ ഊണവുമില്ല ഉറക്കവുമില്ല, കോളേജിലും പോകുന്നില്ല. എൻ്റെ കുഞ്ഞെ 2 ദിവസമായിട്ട് കുടിയും. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. സാരിത്തലപ്പ് കൊണ്ട് ബിന്ദു ചേച്ചി കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടപ്പോൾ ഭാവയ്ക്കും വല്ലാത്തൊരു സങ്കടം. വൈകിട്ട് സുരേഷേട്ടനോട് വരണ്ടെന്ന് പറഞ്ഞേക്ക് ചേച്ചി. അതെന്താ? ഞാൻ നേരത്തെ ഇറങ്ങും. അങ്ങനൊരു കള്ളം പറയാനാണ് തോന്നിയത്. ആരുമായും അധികം അടുപ്പം വേണ്ടെന്ന് തോന്നി. തൻ്റെ ഫോൺ വീട്ടിൽ വയ്ക്കും. എന്തേലും ഉണ്ടെങ്കിൽ അർജുൻ ചേട്ടായുടെ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഇടയ്ക്ക് വേദുവിനെ ഒന്ന് വിളിച്ചു. എപ്പോഴും ഇറങ്ങാറുള്ള സമയത്ത് തന്നെ ഇറങ്ങി. ഒരു ഓട്ടോ വിളിച്ച് പോകാം എന്ന് നേരത്തെ കരുതിയിരുന്നു. പറഞ്ഞാൽ അർജുൻ ചേട്ടായി കൊണ്ടുവിടും. വെറുതെ എന്തിനാ? പുറത്തേക്കിറങ്ങിയപ്പോൾ ഒറ്റ ഓട്ടോ പോലും ഇല്ല. അല്പനേരം അവിടെ തന്നെ വാവ നിന്നു. ഒരു ഓട്ടോ വരുന്നത് കണ്ട് കൈ കാണിച്ചപ്പോൾ നിർത്താതെ പോയി. ഭയമൊന്നും തോന്നിയില്ല. റോഡിനിരുവശത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടവൾ മുന്നോട്ട് നടന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാലുകൾക്ക് വേഗതയേറി. അടഞ്ഞുകിടക്കുന്ന ഒരു കടയുടെ മുന്നിൽ 3-4 ചെറുപ്പക്കാർ ഇരിക്കുന്നത് കണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോയില്ല. മദ്യസേവയും ഉച്ചത്തിലുള്ള സംസാരവും ചിരിയും ഒക്കെ കേൾക്കാം. ഡാ നോക്കടാ. കൂട്ടത്തിലൊരുത്തൻ ബാഗും തോളിലിട്ട് പോകുന്നവളെ കൂടെയുള്ളവന്മാർക്ക് കാണിച്ചു കൊടുത്തു. വാടാ. അടുത്തിരുന്നവനും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എങ്ങോട്ടാ മോളെ? ഇപ്പോഴാണോ കോളേജ് വിട്ടത്?
പിന്നിൽ നിന്നൊരുത്തൻ ബാഗിൽ പിടിച്ച് വലിച്ചു. മുന്നിൽ 3 അവന്മാരും കയറി നിന്നു. മുന്നീന്ന് മാറടാ. ബാഗ് ശക്തിയായി തിരിച്ചുകൊണ്ട് വാവ ചീറി. ദേ നോക്കടാ, കൊച്ചിന് ദേഷ്യമൊക്കെ വരുന്നു. നീ എവിടെ പോയിട്ട് വരുവാ? അതൊക്കെ നിന്നെയൊക്കെ ബോധിപ്പിക്കണോ? ഹാ, കൊള്ളാലോ. അല്ലേലും പെണ്ണായാലും ഇങ്ങനെ വേണം. ഒരുത്തൻ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. തീക്ഷ്ണമായൊന്ന് നോക്കി അവരെ മറികടന്ന് മുന്നോട്ട് നടക്കവേ പിന്നിൽ നിന്നൊരുത്തൻ അവളുടെ ബാഗിൽ പിടിച്ച് ശക്തിയായി വലിച്ചു. വാവതലത്തേക്ക് മറിഞ്ഞടിച്ചു വീണു. കൈമുട്ടുരഞ്ഞു നീറി പുകയാൻ തുടങ്ങി. ചുറ്റും കൂടിയ 4 അവന്മാരെ കാണെ ഉള്ളിലെവിടെയോ ഒരു ഭയം തോന്നിയെങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇവന്മാരുടെ കയ്യിൽപ്പെട്ടാൽ തന്നെ പിച്ചു ചീന്തും. മെല്ലെ ബാഗ് തോളിൽ നിന്ന് ഊരി എഴുന്നേറ്റ് പിന്നിൽ നിന്നവനെ തള്ളി തിരിഞ്ഞു നോക്കാതെ ഓടി. പിടിക്കടാ അവളെ. ആ ഇരുട്ടിലൂടെ ഓടുമ്പോൾ പിന്നാലെ ഓടി വരുന്നവന്മാരെ തിരിഞ്ഞൊന്ന് നോക്കിയ നിമിഷം മുന്നിൽ ആരെയോ ചെന്നിടിച്ചു. ഇരുട്ടിൽ ആ മുഖം കാണുന്നതിന് മുന്നേ തൻ്റെ കൈമുട്ടിന് മുകളിൽ പിടിച്ച് പിന്നിലേക്ക് നിർത്തിയിരുന്നു ആ രൂപം.